നമസ്കാരം. സീക്കിംഗ് ദ ട്രൂത്തിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെക്കുറിച്ചാണ്. രാഹുൽ പപ്പുവാണ് എന്ന് പറഞ്ഞ് പലരും കളിയാക്കുമ്പോഴും യഥാർത്ഥത്തിൽ അത് ശരിയല്ല എന്ന് വിശ്വസിച്ച ആളാണ് ഞാൻ. രാഹുൽ പപ്പുവല്ല, പാരയാണ്. ഒരു രാജ്യം തന്നെ തങ്ങളുടെ കുടുംബത്തിന് ഭരിക്കാൻ വേണ്ടി പതിച്ചു കിട്ടിയതാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് തന്നെ കഴിഞ്ഞ 10-11 വർഷങ്ങളായി നമ്മളുടെ രാജ്യത്ത് നടക്കുന്ന മറ്റൊരു ഭരണ സംവിധാനത്തെ മാറ്റങ്ങളെ ഒട്ടും ഉൾക്കൊള്ളാൻ സാധിക്കാതെ അതിൻ്റേതായ ഫ്രസ്ട്രേഷൻസും അതിൻ്റേതായ വലിയ വിഷവും ഉള്ളിൽ സൂക്ഷിച്ച് നടന്ന ഒരു രാഷ്ട്രീയ നേതാവ്. തെരഞ്ഞെടുപ്പുകളിൽ സീറ്റുകളുടെ വ്യതിയാനങ്ങൾ ഉണ്ടാകുക, ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുകയൊക്കെ വളരെ സ്വാഭാവികമാണ്. അങ്ങനെ ഒരു ഫലത്തിലും മൂന്നാമത് മോദിയെ തോൽപ്പിക്കാൻ വേണ്ടി ശ്രമിച്ച് തോറ്റ് അമ്പേ പരാജയപ്പെട്ട ഒരു നേതാവ് കൂടിയാണ് അദ്ദേഹം. സീറ്റുകളുടെ ഏറ്റക്കുറച്ചിൽ കാരണം ഇപ്പോൾ അദ്ദേഹത്തിന് പ്രതിപക്ഷ നേതാവ് എന്ന ഒരു സ്ഥാനം ലഭിച്ചു എന്നുള്ളത് മാത്രമാണ് വ്യത്യാസം. BJPയുടെ ഭരണമാണ്, മോദി തന്നെയാണ് പ്രധാനമന്ത്രി. പക്ഷേ ഇതെല്ലാം മറന്നാണ് അദ്ദേഹം രാജ്യത്ത് സംസാരിക്കുന്നതും പ്രവർത്തിക്കുന്നതും പ്രസംഗിക്കുന്നതും. നമ്മളുടെ രാജ്യത്ത് ഒരു പ്രതിപക്ഷ നേതാവിന് തീർച്ചയായിട്ടും ഭരണത്തെ വിമർശിക്കാനും ഭരണത്തിലെ തെറ്റുകുറ്റങ്ങൾ ചൂണ്ടിക്കാണിക്കാനും ഒക്കെയുള്ള അവകാശമുണ്ട്. അത് ജനാധിപത്യത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ ഒരു വിദേശ രാജ്യത്തെത്തുമ്പോൾ ഒരു പ്രതിപക്ഷ നേതാവെന്നല്ല, രാജ്യത്തെ പ്രതിപക്ഷ കക്ഷികളുടെ ഏത് നേതാവും പാലിക്കേണ്ട ചില സാമാന്യ മര്യാദകളുണ്ട്. അത് പാലിച്ചു തന്നെയാണ് ഈ രാജ്യത്തെ ജനാധിപത്യം ഇത്രയും കാലം മുന്നോട്ട് പോയത്. അതെല്ലാം ലംഘിക്കുന്ന രീതിയിൽ ആണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി പ്രവർത്തിക്കുന്നത് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ അമേരിക്കൻ സന്ദർശനം തന്നെ വ്യക്തമാക്കി തരുന്ന കാര്യമാണ്. സ്വാമി വിവേകാനന്ദൻ ലോകത്തോട് സനാതനധർമ്മത്തെയും അഖണ്ഡ ഭാരതത്തെയും അനൗൺസ് ചെയ്ത ഷിക്കാഗോ പ്രസംഗത്തിൻ്റെ വാർഷികമാണ് സെപ്റ്റംബർ 11. ഇന്ന് നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നത് രാഹുൽ ഗാന്ധിയുടെ അമേരിക്കൻ സന്ദർശനവും അദ്ദേഹം അമേരിക്കയിൽ നടത്തിയ ചില പരാമർശങ്ങളും. എൻ്റെ ഇൻട്രോ കൂടിപ്പോയതുകൊണ്ട് തന്നെ നമുക്ക് നേരിട്ട് ശ്രീ KV രാജശേഖരൻജിയിലേക്ക് പോകാം. അദ്ദേഹം രാഹുൽ ഗാന്ധിയുടെ ഈ അമേരിക്കൻ സന്ദർശനത്തെക്കുറിച്ചും അമേരിക്കയിൽ അദ്ദേഹം നടത്തിയ പരാമർശങ്ങളെക്കുറിച്ചും എന്താണ് പറയാനുള്ളതെന്ന് ചോദിക്കുകയും ചെയ്യാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധിയുടെ ഈ ഒരു സന്ദർശനത്തിൻ്റെ ഉദ്ദേശം തന്നെ എന്താണ്? ധാർമ്മിക ലോകത്തിന് ഉണരുന്നതിനുള്ള സന്ദേശം ഭാരതത്തിനപ്പുറം ലോകം മുഴുവൻ ഉണരുന്നതിന് സന്ദേശം അമേരിക്കയിൽ ചെന്ന് സ്വാമി വിവേകാനന്ദൻ ആ ചിക്കാഗോ പ്രഭാഷണം നടത്തിയ ശേഷം 131ാമത് വാർഷികമായി. 131. ഈ ദിവസം നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരാള് രാഹുലാണെന്ന് പറയുന്നത് തന്നെ ലജ്ജാകരമായ ഒരു സംഗതിയാണ്. ആദ്യത്തെ കാര്യം അത് തന്നെ. എങ്കിലും ചർച്ച ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. തീർച്ചയായിട്ടും. തന്നെയല്ല, രാഹുലിന്റെ ഈ ചർച്ചയെക്കുറിച്ച് പറയുമ്പം അവിടെ റൈസ് ചെയ്ത പല വിഷയങ്ങളുണ്ട്. അതിനൊക്കെ ആദ്യമായിട്ട് ഒരു കാര്യം പറയാനുള്ളത്, ഇത് ചർച്ചയ്ക്കും ലോകത്തെ കാര്യങ്ങൾ മനസ്സിലാക്കാനും ഒന്നും പോയ പോക്കല്ല. ഏതാണ്ട് 2004 തൊട്ടിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു രാഷ്ട്രീയ വ്യക്തിത്വം 2 ദശകങ്ങളായിട്ട് അമ്പേ പരാജയപ്പെട്ടു എന്ന് സ്വയം മനസ്സിലാക്കി, ലോകത്തിന് മനസ്സിലായി. അങ്ങ് പറഞ്ഞത് ശരിയാണ്. പപ്പു എന്നല്ല, പാരയെന്നല്ല. പപ്പുവിൻ്റെയും പാരയുടെയും അപ്പുറം ഡിറോഗേറ്ററി ആകുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, നുണയൻ എന്നാണ് ലോകം ഇനിയും രാഹുൽ ഗാന്ധിയെ കുറിച്ച് പറയേണ്ടത്. അത് നിൽക്കട്ടെ, ചെന്ന് പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ പച്ചക്കള്ളങ്ങളാണ്. അതിനു മുമ്പ് അദ്ദേഹം അങ്ങ് പറഞ്ഞ ഒരു കാര്യത്തിൽ ഒന്ന് ഇടപെടുകയാണ്. യഥാർത്ഥ ഉദ്ദേശം ഇതൊന്നും അല്ല എന്നങ്ങ് പറഞ്ഞു. യഥാർത്ഥ ഉദ്ദേശം ഇപ്പം ജോർജ് സോറോസിന്റെ കാര്യം പറയുന്നു, ചൈനയുടെ കാര്യം പറയുന്നു, അമേരിക്കയുടെ കാര്യം പറയുന്നു. ബാഹ്യ സോഴ്സിൽ നിന്നുള്ള പിന്തുണയാണ് ഈ സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും ഇന്ന് അവർ നിൽക്കുന്ന ഇടത്തെങ്കിലും നിൽക്കുന്നതിനുള്ള അവസരം കൊടുത്തിരിക്കുന്നത്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിലനിർത്തുന്നത്. ഈ തവണയും 2024 പരാജയപ്പെട്ട ശേഷം പിന്നെ ആ സഹായത്തിന്റെ സ്രോതസ് നിൽക്കാതിരിക്കണമെങ്കിൽ അവിടെ ചെന്ന് എന്തെങ്കിലും ന്യായം പറയണ്ടേ. ആ ന്യായം പറയലിന്റെ ഭാഗം എന്ന് പറഞ്ഞാല്, ഒന്നുകൂടെ കൃത്യമായിട്ട് പറഞ്ഞാല്, ഒരു പുതിയ കാർ ഇറക്കുന്നു.
അത് റോഡിൽ ഇറങ്ങിയപ്പോഴേ മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ഉണ്ടെന്ന് അറിയുന്നു. അപ്പോഴേ കമ്പനി എന്ത് ചെയ്യും? അത് മുഴുവൻ നശിപ്പിക്കാൻ പോവില്ല. അവർ കണ്ടുപിടിച്ച ഡിഫക്റ്റ് റെക്ടിഫൈ ചെയ്തിട്ട് വീണ്ടും മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യും. അതിനൊരു പരിശ്രമമാണ് സാം പിട്രോഡ ഇപ്പൊ അമേരിക്ക നടത്തിയത്. ആ സാം പിട്രോഡ പറഞ്ഞെന്നറിയുമോ? രാജീവ് ഗാന്ധി ഇപ്പൊ പപ്പു അല്ല, രാഹുൽ ഗാന്ധി ഇപ്പൊ പപ്പു അല്ല, പണ്ഡിതനാണ്, പഠിച്ചവനാണ്, ആഴത്തിൽ ചിന്തിക്കുന്നവനാണ്. അദ്ദേഹം പറയുന്നത് എന്താണെന്ന് കേൾക്കുന്നവർക്ക് മനസ്സിലാകുകയില്ലെന്നും പറഞ്ഞു. പിന്നെ ഒന്ന് മാത്രം പറഞ്ഞില്ല, നമുക്കറിയാം അദ്ദേഹം പറയുന്നത് എന്താണെന്ന് അദ്ദേഹത്തിന് തന്നെ അറിയില്ലെന്ന്. അപ്പൊ ചുരുക്കത്തില് നടന്ന പരാജയങ്ങൾക്കൊക്കെ ശേഷവും ചെന്നിട്ട് അടുത്ത പോരാട്ടത്തിനുള്ള, അടുത്ത കുത്തിത്തിരിപ്പിനുള്ള പണം ഉണ്ടാക്കാൻ പോയ പോക്കാണെന്നാണ് ഞാൻ പറയുന്നത്. എന്റെ കണക്കൂട്ടിൽ അത് തന്നെയാണ്. വളരെ സീരിയസ് ആയ ഒരു ഒബ്സർവേഷനാണ്. അത് അന്വേഷിക്കേണ്ട ഒരു വിഷയമാണ്. സ്വാഭാവികമായിട്ടും അതുകൊണ്ട് തന്നെയാണ് കർണാടകയിലെ DK വിജയകുമാറിനെ കൊണ്ടുപോയിരിക്കുന്നത്. പിന്നെ അങ്ങ് വേറൊരു കാര്യം ഓർക്കണം, അമേരിക്കയിലെ ഇലക്ഷന്റെ സമയമാണ്. ഈ സമയത്ത് അവിടെ ചെന്ന് ലോബിയിങ്ങിനും പണം കൊടുക്കുന്നതിനും ഇപ്പൊ ഒരു കാര്യം ശ്രദ്ധിക്കുക, ബംഗ്ലാദേശിലെ ചീഫ് അഡ്വൈസർ അദ്ദേഹം ഉണ്ടല്ലോ, മുഹമ്മദ് യൂനസിന് ഇങ്ങോട്ട് പണം കിട്ടുക മാത്രമല്ല ചെയ്തിട്ടുള്ളത്. ഹിലാരി ക്ലിന്റന്റെ ഫൗണ്ടേഷനിലേക്ക് യൂനസ് അങ്ങോട്ടും പണം കൊടുത്തിട്ടുണ്ട്. നമ്മൾ തത്വമയിലും ഒരിക്കൽ RP തോട്ട്സ് ചെയ്യാണ് അത് എന്ന് പറയുന്നത് പോലെ ഈ ഇലക്ഷൻ സമയത്ത് DK വിജയകുമാർ എന്ന് പറയുന്ന ഇന്ത്യയിലെ കള്ളപ്പണത്തിന്റെ ഏറ്റവും വലിയ ഉടമയും കൊണ്ട് രാഹുൽ ഗാന്ധി പോയിരിക്കുന്നത് ലോബിയിങ് നടത്താനും അവിടെ പണം അങ്ങോട്ട് കൊടുത്ത് ആളെ പിടിക്കാനും, അങ്ങനെ ചെയ്യുമ്പം നാളെ തിരിച്ചു കിട്ടുന്നതിന്റെ വ്യവസ്ഥ ചെയ്യാനും വേണ്ടിയാണ് പോയതെന്ന് പറഞ്ഞാൽ ആർക്കും നിഷേധിക്കാൻ പറ്റില്ല. തീർച്ചയായിട്ടും അന്വേഷിക്കേണ്ട ഒരു വിഷയമാണ്. തീർച്ചയായിട്ടും വളരെ ഇതായിട്ട് ഗൗരവമായിട്ട് അന്വേഷിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. പിന്നെ ഇതിന്റെയൊക്കെ മുകളില് അവിടെ ചെന്ന് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, അതിലേക്ക് നമുക്ക് ചർച്ച വരാം. അതിനോടൊപ്പം കൂട്ടി വായിക്കേണ്ട ആ ചർച്ചയിലേക്ക് വരുന്നതിന് മുമ്പ് തമിഴ്നാടിന്റെ മുഖ്യമന്ത്രി സ്റ്റാലിനും ഉണ്ട് അവിടെ. അപ്പൊ ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ വേറെന്തോ ഒരു ഗൂഢാലോചനയും അവിടെ നടക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് പറഞ്ഞാൽ, അങ്ങ് തമിഴ്നാടിലെ സ്റ്റാലിന്റെ കാര്യം പറഞ്ഞു. അങ്ങനെ ചിന്തിക്കാത്ത പിണറായി വിജയൻ എന്തിനാ ചികിത്സയ്ക്ക് അമേരിക്കയ്ക്ക് പോയത്? പണ്ട് കോടിയേരി ബാലകൃഷ്ണൻ അങ്ങോട്ട് പോയത് എന്തിനാ? വേണ്ട, നരേന്ദ്രമോദിയെ അമേരിക്കയിൽ കയറ്റെന്ന് പറയാൻ വേണ്ടി സീതാറാം യെച്ചൂരിയും പ്രകാശ് കാരട്ടും ശശി തരൂരും കോൺഗ്രസുകാരും സോണിയാഗാന്ധിയും എല്ലാവരും ഒപ്പിട്ട് കടലാസ് കൊടുത്തില്ലേ? 2004 ശേഷം ഞാൻ ആവർത്തിക്കുന്നു, അടൽ ബിഹാരി വാജ്പേയിയുടെ സർക്കാർ തിളങ്ങുന്ന ഭാരതം സൃഷ്ടിച്ച ശേഷം, അവസ്ഥ ഉണ്ടാക്കിയ ശേഷം ഇവരെല്ലാവരും അമേരിക്കയിലോട്ടാ പോക്ക്. എന്റെ ഭോഗം എന്റെ ജീവൻ എന്റെ സർവ്വതും ഈ പദാംബുജത്തിന്റെ സീമ, അത് പോകില്ല ഞാൻ എന്ന് കുമാരനാശാന്റെ കവിതയുണ്ട്. എന്ന് പറഞ്ഞ പോലെ അമേരിക്കൻ മുതലാളിത്തത്തിന്റെ കാലെ പിടിച്ച് സ്വന്തം രാഷ്ട്രീയ സാധ്യത നേടുകയാണ്. ഞാൻ ഈ പറഞ്ഞ പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണൻ അന്തരിച്ചു, അദ്ദേഹം, സ്റ്റാലിൻ, ഇപ്പം ഇവര് ആരാ, DK വിജയകുമാറും രാഹുൽ ഗാന്ധിയും ഒക്കെ ചെയ്യുന്നതാണ്. അമേരിക്ക ആയിരിക്കുകയാണ്. അതിന് വേറൊരു കാരണം കൂടിയുണ്ട്, നമ്മളത് വിശദ ചർച്ചയ്ക്ക് പോകും, അങ്ങോട്ട് പോകണ്ട. കാരണം അമേരിക്ക എന്ന് പറയുന്നത് അമേരിക്കയുള്ള ചർച്ചയ്ക്ക് മാത്രമല്ല അവിടെ പോകുന്നത്. ഒരു ജനാധിപത്യ സമൂഹമായതുകൊണ്ട് ചൈനയോടും പാകിസ്ഥാനോടും ഇസ്ലാമിക തീവ്രവാദികളൊക്കെ നെഗോഷിയേറ്റ് ചെയ്യുന്നതിന് അമേരിക്കയിലോ ബ്രിട്ടനിലോ ആയാൽ കൂടുതൽ സൗകര്യമുണ്ട്. അതാണ് അങ്ങോട്ട് പോകുന്നതിന്റെ കാരണം. കൃത്യമായും പറഞ്ഞു കഴിഞ്ഞാല് ഡീലുകൾക്ക് കൂടുതൽ സൗകര്യമാണ്. അതെ, അതിനു വേണ്ടിയാണ് ഈ രാഹുൽ ഗാന്ധി രഹസ്യമായും പരസ്യമായിട്ടും ഒക്കെ ഇങ്ങനെ യാത്ര നടത്തിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അങ്ങ് ചോദിച്ചൊരു പ്രധാന വിഷയമുണ്ട്, എന്താണ് ഭാരതത്തെ കുറിച്ച് അവിടെ ചെന്ന് മോശം പറയുന്നുള്ള കാര്യം. തീർച്ചയായിട്ടും അത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. അതിൽ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട വിഷയമാണ് ഭാരതത്തെക്കാട്ടിലും പ്രധാനമായിട്ട് ഇപ്രാവശ്യം പോയി ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തെയാണെന്നുള്ളത്. സംഘത്തെ ടാർഗറ്റ് ചെയ്ത് BJP ആവട്ടെ, നരേന്ദ്രമോദിയും കൂടെ പാടില്ല. അല്ല, അത് രാഷ്ട്രീയമാണെന്നെങ്കിലും ഒരു വിദേശ രാജ്യത്ത് പോയി കഴിഞ്ഞാൽ ഒരു MP അല്ല, പ്രതിപക്ഷ നേതാവല്ല. ഇടയ്ക്ക് ഒന്ന് വിട്ടുമാറി ചോദിക്കട്ടെ, ഈ പ്രതിപക്ഷ നേതാവ്
കോൺസ്റ്റിറ്റ്യൂഷനിൽ ഈ രാഹുൽ ഗാന്ധിയുടെ അഹങ്കാരത്തിന്റെ ഒരു കാര്യം അതാ. അതെ 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 ഞാനിപ്പോ എനിക്ക് കോൺസ്റ്റിറ്റ്യൂഷണലായിട്ടുള്ള ഒരു അപ്രൂവലും സ്ഥാനവും ഉണ്ട്. പക്ഷെ അവിടെ ഭാരതം പൊതു ചർച്ച ചെയ്യുന്നവർ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. രണ്ട് കാര്യങ്ങൾ. ഒന്നാമത് കാര്യം, ഇതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ പൊസിഷൻ അല്ല, അല്ല, ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി പൊസിഷനാണ്. ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ പൊസിഷനും സ്റ്റാറ്റ്യൂട്ടറി പൊസിഷനും വ്യത്യാസമുണ്ട്. ഞാൻ ചർച്ചയിൽ എടുക്കുന്നത് ആളുകൾ നോക്കട്ടെ, നമ്മുടെ പ്രേക്ഷകർ നോക്കട്ടെ, വ്യത്യാസം നോക്കട്ടെ. എൻ്റെ ചോദ്യം വേറെ ഒന്നാണ്. ഇന്ത്യയിൽ പ്രതിപക്ഷ നേതാവുണ്ട്, സ്റ്റാറ്റ്യൂട്ടറി പൊസിഷനുണ്ട്, അംഗീകാരമുണ്ട്, നല്ല കാര്യം. ഇന്ത്യ ലോകത്തിലെ സാമ്പത്തിക ശക്തികളിൽ 5ാമത് സാമ്പത്തിക ശക്തിയാണ്. അതെ. അപ്പൊ 4 കൂട്ടർ മുകളിലുണ്ട്: ജർമ്മനി, ജപ്പാൻ, ചൈന, അമേരിക്ക. ഈ 4 രാജ്യങ്ങളിൽ എവിടെങ്കിലും ഇങ്ങനെ ഒരു പ്രതിപക്ഷ നേതാവുണ്ടോ? ഇല്ല ഇല്ല, ശരിയാണ്. ഓപ്പോസിഷൻ ലീഡർ എന്നുള്ള പേരിൽ ആരുമില്ല. അമേരിക്കയിലുണ്ട് കോൺഗ്രസിനകത്തെ മെജോറിറ്റി ലീഡർ, മൈനോറിറ്റി ലീഡർ. അദ്ദേഹത്തിന് ഞാൻ പറയാം, അദ്ദേഹത്തിന്റെ പ്രസിഡന്റിന് അതിന് യാതൊരു പൊസിഷനും ഇല്ല. പ്രസിഡന്റിന് മുമ്പിൽ അങ്ങേർക്ക് യാതൊരു പൊസിഷനും ഇല്ല. കോൺഗ്രസിനകത്തെ മെജോറിറ്റി ലീഡർ, മൈനോറിറ്റി ലീഡർ, ഇതേ ഉള്ളൂ. ചൈനയിലാണെങ്കിലോ 3000 ഡെലിഗേറ്റ്സ് വോട്ട് ചെയ്യുന്ന ഒരു സ്ഥലത്ത് ഷീ ജിൻപിങ്ങിനെതിരെ 3 പേര് വോട്ട് ചെയ്തു. 2997 പേരും ഇയാൾക്ക് അനുകൂലം, 3 പേര് എതിരെ വോട്ട് ചെയ്തു. ആ വോട്ട് കിടന്ന പിറ്റേ ദിവസം ഈ 3 പേരെ ലോകത്താരും കണ്ടിട്ടില്ല. അതാണ് ചൈനയുടെ അവസ്ഥ. ശരിക്കും രാഹുൽ ഗാന്ധി പറയേണ്ടതാണ്, ഞാൻ പ്രതിപക്ഷ നേതാവാണ്, എനിക്ക് എന്റെ തുല്യമായ ആളുകളോട് ചൈനയെ സംസാരിക്കണം, അമേരിക്കയിലെ പ്രതിപക്ഷ നേതാവോട് സംസാരിക്കണം, അതൊക്കെ പറയേണ്ടതല്ലേ? അങ്ങനെ ഒരാളില്ല. അല്ല, ഇതിനകത്ത് ഞാൻ പാരയെന്നും അല്ലെങ്കിൽ ഈ വിഷം ഉള്ളിലുണ്ട് എന്ന് പറഞ്ഞത് എനിക്ക് വലിയ നിരാശ തോന്നിയ ഒരു കാര്യം, ഈ ഇന്ത്യയിൽ നേരത്തെയും പ്രതിപക്ഷ നേതാക്കന്മാരുണ്ടായിട്ടുണ്ട്, വാജ്പേയി ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നേതാക്കന്മാരുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹം ആദ്യമായിട്ട് ഞാൻ പ്രതിപക്ഷ നേതാവായ ശേഷം അദ്ദേഹം പറഞ്ഞത്, ഞാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ മാനസികമായി തകർത്തു എന്നാണ്. ഒരു രാഷ്ട്രീയ നേതാവും അത് പറയാൻ പാടില്ല. 3ാമതും രാജ്യം തെരഞ്ഞെടുത്ത പ്രധാനമന്ത്രിയെ കുറിച്ചാണ് പറയുന്നത്, അദ്ദേഹത്തെ മാനസികമായിട്ട് തകർത്തു. എന്ത് തകർത്തിട്ടാണോ ഈ പ്രതിപക്ഷത്ത് തോറ്റിരിക്കുന്നത്? മലയാളത്തിൽ ഒരു തമാശ ഉണ്ടല്ലോ, ഉറുമ്പ് ആനയുടെ പുറത്ത് കയറി ചോദിക്കുകയാണ്, എന്റെ ഭാരം കൊണ്ട് നിനക്ക് വിഷമമുണ്ടോ എന്ന് ആനപ്പുറത്ത് കയറിയിരിക്കുന്ന ഉറുമ്പ് ചോദിക്കുന്ന പോലെ വിചാരിച്ചാൽ മതി. അതിനപ്പുറം. പക്ഷെ അത് ആ മനസ്സിന്റെ ഒരു ഘടനയാണ്, അഹങ്കാരത്തിന്റെ ഭാഷ. ഞാൻ പ്രിവിലേജ് ക്ലാസ്സിൽപ്പെട്ട ആളാണ്, എനിക്ക് എന്തും പറയാനുള്ള അഹങ്കാരത്തിന്റെ ഭാഷ, അറിവില്ലായ്മയുടെ. അതിനെ നിഷ്കളങ്കത എന്ന് പോലും പറയാൻ പറ്റത്തില്ല. നിഷ്കളങ്കമല്ല, അത് ഒട്ടുമല്ല, അത് അഹങ്കാരത്തിന്റെ ഭാഷ. പിന്നെ അങ്ങ് ചോദിച്ച വിഷയത്തിൽ തിരിച്ചു വരണം. അവിടെ ഉയർത്തിയ ചില പ്രശ്നങ്ങൾക്കകത്ത് ഒരു പ്രധാന വിഷയം ആ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞ വിഷയം എന്താണെന്നറിയണ്ടേ? രാഷ്ട്രീയ സ്വയംസേവക സംഘം പറയുന്നു ഒരു ഭാരതമേ ഉള്ളെന്ന്. ഭാരതം ഒരു രാജ്യമാണെന്ന്, ഒരു രാഷ്ട്രമാണെന്ന് പറയുന്നു. ഞാൻ പറയുന്നു അല്ല, ഇത് പല രാഷ്ട്രങ്ങളുടെ മൾട്ടിപ്പിൾ ഐഡിയാസ് ആണ് എന്ന് പറയുന്നു. അവിടെ ഒരു കാര്യം ഞാൻ പറയാം. ഇദ്ദേഹം ശ്രമിച്ചെന്തെന്ന് പറഞ്ഞാല്, സ്വാമി വിവേകാനന്ദൻ അമേരിക്ക എന്ന് പറഞ്ഞത് തെറ്റ്. കാരണം അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തെ അദ്ദേഹം പറഞ്ഞ് ഇങ്ങനെയാ പറഞ്ഞത്: I am proud to belong to a nation which has sheltered the persecuted and the refugees of all religions and nations of the earth. എന്താ പറഞ്ഞത്? I am proud to belong to a nation. ഭാരതത്തെ കുറിച്ച് പറഞ്ഞപ്പം സ്വാതന്ത്ര്യത്തിന് മുമ്പാണ്, 131 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം പറഞ്ഞതാ. പിന്നെ അത് അപ്പം വിവേകാനന്ദ പറഞ്ഞതല്ല ശരി, രാഹുൽ ഗാന്ധി പറഞ്ഞതാണ് ശരിയെന്നാണ് ഇപ്പൊ രാഹുൽ അവതരിപ്പിക്കുന്നത്. ഇനി വേറൊന്ന്, ഡോക്ടർ അംബേദ്കറോട് ചോദ്യം ചോദിച്ചിരുന്നു. അത് 1917 അത് പറയുമ്പോ എന്റെ ഒരു പുസ്തകം ഞാൻ എടുത്തൊരു അപ്പൊ അതില് അംബേദ്കർ എന്ന വിദ്യാർത്ഥിയാണ്. 1916 സംഭവം. അംബേദ്കർ എന്ന് അമേരിക്കയിലെ കൊളംബിയ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥിയാണ്. അവിടെ ചെന്നപ്പോൾ ആന്ത്രോപോളജിയായിട്ട് ബന്ധപ്പെട്ട സെമിനാറിൽ അവിടെ വെച്ച് ഒരു ചർച്ച വന്നു. വൈരുദ്ധ്യമാണ് ലോകരാഷ്ട്രങ്ങളുടെ സംസ്കാരത്തിന്റെ പ്രത്യേകത കുറിച്ച് ചർച്ച അതാണ്. അപ്പൊ അവിടെ ഇന്ത്യ ഉപഭൂഖണ്ഡത്തെ കുറിച്ച് അംബേദ്കർ ഒരു പരിചയപ്പെടുത്തൽ നടത്തി. അദ്ദേഹത്തിന്റെ തീസീസാണ്. ആ തീസീസ് ഇന്നും എല്ലാവരും മാനിക്കുന്ന തീസീസാണ്. അതിനദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: എത്നിക്കലി all people are heterogeneous.
it is the unity of the culture that is homogeneity. Taking this for granted, I venture to say that there is no country that can rival the Indian Peninsula with reference to the unity of culture. It has not only a geographic unity, but it has over and above all a deeper and much more fundamental unity. The undoubtable cultural unity that binds the land from one end to the another. അദ്ദേഹം പറഞ്ഞത് വളരെ കൃത്യമാണ്. വൈരുദ്ധ്യമാണ് ലോകത്തിന്റെ സ്വഭാവം. പക്ഷെ എങ്കിലും ഈ വൈരുദ്ധ്യങ്ങൾക്കിടയിലും ഭാരതം എന്ന ഉപഭൂഖണ്ഡത്തില് ഒരറ്റം തൊട്ട് മറ്റേ അറ്റം വരെ ഒരു ഏകതയുണ്ട്, ഒരു സാംസ്കാരിക ഏകതയുടെ അടിസ്ഥാനമുണ്ടെന്നാണ് പറഞ്ഞത്. വളരെ കൃത്യമാണ്. വിവേകാനന്ദൻ പറഞ്ഞതിന് ഒന്നുകൂടെ വ്യക്തമാക്കി അംബേദ്കറും പറഞ്ഞു. സംഘം ഇന്ന് അത് തന്നെയാണല്ലോ, രാഷ്ട്രീയ സ്വയം സേവക സംഘം. ഇവിടെ നിങ്ങൾ അറിയേണ്ട വേറൊരു കാര്യമുണ്ട്. അത് ആ വിഷയം മാത്രം ചർച്ചയായാൽ പോലും കുഴപ്പമില്ലെന്ന അഭിപ്രായക്കാരൻ ഞാൻ. ഒരു രാഷ്ട്രത്തെ കുറിച്ച് യൂണിയൻ ഓഫ് സ്റ്റേറ്റ് എന്നും ഒക്കെ പറഞ്ഞ വ്യത്യാസമുണ്ടല്ലോ. അടുത്ത കാലത്ത് സ്റ്റാലിൻ അത് പറഞ്ഞതാണ്, രാഹുൽ അത് ആവർത്തിക്കാറുണ്ട്. നമ്മളൊരു രാജ്യമല്ല, മൾട്ടിപ്ലിസിറ്റി. ഈ മൾട്ടിപ്പിൾ കൾച്ചർ എന്ന് പറഞ്ഞ കാര്യം എന്നൊക്കെ പറയുന്നത് രാഷ്ട്രത്തെ വിഭജിക്കുന്നതിനുള്ള അജണ്ടയുടെ ഭാഗമാണ്. തീർച്ചയായിട്ടും ലോകത്തെല്ലായിടത്തും അവസ്ഥയുണ്ട്. ഇപ്പൊ അമേരിക്കയിലെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയാണ്, ഇവിടെ അങ്ങനെയല്ലെന്ന് പറഞ്ഞു. വളരെ സിമ്പിൾ ഒരു കാര്യം ഞാൻ പറയാം. ഇവിടെ ഭരണഘടന എന്നാണ് സ്വീകരിക്കുന്നത് 1949 നവംബർ 26 അന്ന് ഇവിടെ സ്റ്റേറ്റ് ഉണ്ടായിരുന്നു. അതിനും ഇവിടെ സ്റ്റേറ്റ്സ് ഇല്ലല്ലോ. അല്ല, ഇപ്പൊ നമ്മൾ അറിയുന്ന സ്റ്റേറ്റുകളില്ല. 56 സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ വരുന്നത്. അപ്പൊ ഈ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്തായാലും ഉണ്ടാവുന്നത് എങ്ങനെയാ? അത് തന്നെ ഒരു വിഷയമല്ലേ. തീർച്ചയായിട്ടും. അതിനപ്പുറത്തൊരു കാര്യം ഞാൻ പറയാം. അന്നുണ്ടായിരുന്നത് 600-ലധികം നാട്ടുരാജ്യങ്ങളായിരുന്നു. വേണമെങ്കിൽ അതിന് സ്റ്റേറ്റ്സ് എന്ന് വിളിക്കാം. അതിനെ ഒന്നിച്ചു ചേർത്ത ഒരു ഭാരതം മർജറാണ്. അതെ. അതിനുശേഷം സൗകര്യത്തിന് വേണ്ടി പല തട്ടിലേക്ക് ഇത് മാറ്റി. ഞാൻ ഒന്നും ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, പാല് 50 ലിറ്റർ പാല് കൊള്ളുന്നൊരു കണ്ടെയ്നറിനകത്തിരിക്കുന്ന പാലെടുത്തിട്ട് പലരുടെയും സൗകര്യത്തിന് വേണ്ടി 1 ലിറ്റർ, 1/2 ലിറ്റർ, 2 ലിറ്റർ, 3 ലിറ്റർ ആയിട്ട് വിരിച്ചു. ദാറ്റ് ഈസ് ഓൾ. പക്ഷെ എല്ലാത്തിനും ഉള്ളത് പാല് തന്നെയാ. തീർച്ചയായിട്ടും. അല്ലാതെ പച്ചക്കറിയല്ല. വെണ്ടയ്ക്കയും വഴുതനങ്ങയും മുരിങ്ങയ്ക്കയും എല്ലാം കൂട്ടിക്കെട്ടിക്കൊണ്ടിരുന്ന അവിയലിന്റെ സാധനം കൊണ്ടിരുന്നതല്ല ഇത്. പക്ഷെ അമേരിക്കയിൽ അങ്ങനെ ആയിരുന്നു. അമേരിക്ക ഉണ്ടാകുന്നതിന് മുമ്പ് സ്റ്റേറ്റ്സ് ഉണ്ടായിരുന്നു. അല്ല, അത് ഈ പറയുന്ന സ്വാതന്ത്ര്യ സമര സേനാനികളും അതിനു മുമ്പുണ്ടായിരുന്ന എല്ലാവരും എത്രയോ മഹാന്മാര് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. എൻ്റെ ചോദ്യം അതല്ല. ഇത്ര വളരെ കൃത്യമായി ഇവൻ കേരളത്തിൽ പോലും, ഇങ്ങേ അറ്റത്ത് കിടക്കുന്ന കേരളത്തിൽ പോലും പൂന്താനം എഴുതിയതിൽ പോലും ഈ ഭാരതം എന്നുള്ള കോൺസെപ്റ്റ് ഉണ്ട്. അതുകൊണ്ട് അത് നമ്മൾ വിശദീകരിച്ച് അല്ലെങ്കിൽ സ്ഥാപിച്ചെടുക്കേണ്ട ആവശ്യം പോലും ഇല്ല. അപ്പോൾ ഇതൊന്നും അറിയാതെ നിഷ്കളങ്കമായി അല്ലെങ്കിൽ അറിവില്ലായ്മ കൊണ്ട് നടത്തുന്ന പ്രസ്താവനയാണോ ഇത്, അതോ ഇതിൻ്റെ പിന്നിൽ കൃത്യമായ ഒരു മോട്ടീവ് ഉണ്ടോ? ഇതിന്റെ പിന്നിൽ മോട്ടീവ് എന്താന്ന് പറഞ്ഞാല്, ഇപ്പൊ നമ്മൾ പലരും കരുതും ഈ രാഹുൽ ഗാന്ധിയോ സോണിയാഗാന്ധിയോ അവരുടെ ആവശ്യത്തിന് വേണ്ടി ചൈനയും അമേരിക്കയും ഉപയോഗിക്കണമെന്ന് വിചാരിക്കും. അങ്ങനല്ല. അതിന് സാധ്യത വളരെ കുറവാണ്. യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ചൈനയും അമേരിക്കയും പാകിസ്ഥാനും ഇവരെ ഉപയോഗിക്കുക ചെയ്യുന്നത്. അങ്ങനെ പറയുമ്പോൾ അവരുടെ ആവശ്യമാണ് ഭാരതം പലതാകണം എന്നുള്ളത്. ഭാരതം പലതാകണം എന്നുള്ള ആവശ്യം ചൈനയുടെ ആവശ്യമാണ്, അമേരിക്കയുടെ ആവശ്യമാണ്, പാകിസ്ഥാന്റെ ആവശ്യമാണ്. കാരണം ഡിമാൻഡ് റേസ് ചെയ്യാൻ സാധ്യതയുള്ള ജനസമൂഹങ്ങളുടെ പല രാഷ്ട്രങ്ങളായി കഴിഞ്ഞാൽ അവർക്ക് ഇവിടുത്തെ റോ മെറ്റീരിയൽസ് ഇവിടുന്ന് വാങ്ങിച്ചുകൊണ്ട് പോകുന്നതിനും ഡിമാൻഡ് റേസ് ചെയ്യുന്നതിനും സൗകര്യമാകും. തീർച്ചയായിട്ടും. നേരെ കുറിച്ച് മാനുഫാക്ചറിങ് ഒന്നും വളരാത്തതുകൊണ്ട് ഇവിടെ വികസനം ഉണ്ടാകത്തുമില്ല. ഇത് അവരുടെ സാമ്പത്തിക പ്രവർത്തനങ്ങൾക്ക് തടസ്സമായി വരത്തുമില്ല. അധിനിവേശം എളുപ്പമാകും. ഇതിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. ഒരു കാര്യം കൂടെ ഞാൻ പറയാം. വലിയ വിഷയമാണ്, നമുക്ക് സമയത്തിനുള്ളിൽ പരിമിതപ്പെടുത്തണം. 2004 വാജ്പേയി സർക്കാർ ആ മുന്നണി പരാജയപ്പെട്ടു, സോണിയ വന്നു. എന്തുകൊണ്ടാണ് അന്ന് സോണിയയെ പ്രധാനമന്ത്രിയാക്കാതിരുന്നത്? എല്ലാവരും പറയുന്ന പല കാര്യങ്ങളുണ്ടെങ്കിലും എൻ്റെ ബലമായ വിശ്വാസം അമേരിക്ക സോണിയയെ പ്രധാനമന്ത്രിയാവാൻ ആഗ്രഹിച്ചിട്ടില്ല. ഇവരുടെ പഴയ KGB ബന്ധം, ചൈനയായിട്ടുള്ള ബന്ധം, ഇതെല്ലാം സംശയിച്ചിട്ടാണ് അമേരിക്ക അന്ന്
ഇതിന് തടയിട്ടത്. എന്നിട്ട് പ്രണബ് മുഖർജിക്ക് പോലെ അവസരം കൊടുത്തില്ല. ഡോക്ടർ മൻമോഹൻ സിംഗ് എന്ന് പറയുന്ന IMF-ലും വേൾഡ് ബാങ്കിലും ഒക്കെ ജോലി ചെയ്ത ആളെ തന്നെ കൊണ്ടുവന്നു. ഇപ്പം ബംഗ്ലാദേശിൽ ചെയ്ത പോലെ ഇപ്പോഴും മുഹമ്മദ് യൂനസിനെ കൊണ്ടുവന്നതിന് പകരമാണ് അന്ന് 2004 സോണിയയെ പോലും, അതിന് വേറെ കാര്യമാണ്, ആ ചർച്ചയിലേക്ക് ഞാൻ പോകുന്നില്ല, സോണിയയെ പോലും മാറ്റി നിർത്തിയിട്ട് മൻമോഹൻ സിംഗിനെ കൊണ്ടുവന്ന് അമേരിക്ക ചിന്തിച്ചത് ശരിയാണെന്ന് 4 വർഷത്തിന് ഇപ്പം മനസ്സിലായി. 2008 ആയപ്പം ആണവ കരാർ ഒപ്പിടുന്നതിന് മൻമോഹൻ സിംഗ് വില്ലിംഗ് ആയിരുന്നു. അതെ അതെ. സോണിയയ്ക്ക് താല്പര്യമില്ലായിരുന്നു. താല്പര്യമില്ലെന്നല്ല, സോണിയ ചൈനയോട് പറഞ്ഞു ഞാനിത് സൈൻ ചെയ്യുന്നത് ഒഴിവാക്കി മാനേജ് ചെയ്യാമെന്ന് പറഞ്ഞു. ആ സമയത്താണ് ജോ ബൈഡനും ഇപ്പോഴത്തെ രാഷ്ട്രപതിയായ ജോ ബൈഡൻ ഉൾപ്പെടെ 4 പേരാണ് ഡെലിഗേറ്റ്സ് വന്നു ഇവിടെ. 2 റിപ്പബ്ലിക്കൻസും 2 ഡെമോക്രാറ്റ്സും. അവരെ ഒന്ന് പ്രഷറൈസ് ചെയ്തു. അവരുടെ പ്രഷറിൽപ്പെട്ട മൻമോഹൻ സിംഗ് ഞാൻ ചെയ്യും എന്ന് പറഞ്ഞു. ഇല്ലെങ്കിൽ ഞാൻ രാജിവെച്ച് രാജിവെക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ മൻമോഹൻ സിംഗ് സൈൻ ചെയ്യുന്നു. സൈൻ ചെയ്ത് കഴിഞ്ഞപ്പം വ്യക്തമായാലും അമേരിക്ക സോണിയ കൊണ്ടുവരുന്നതിന്റെ ഗുണം. സോണിയ കളിച്ച് അടുത്ത കളി കണ്ടോ? സോണിയ അടുത്ത കാര്യം ചെയ്തത് സോണിയയും രാഹുലും കൂടെ ചൈനയിൽ പോയി. മൻമോഹൻ സിംഗിനെ മാറ്റി നിർത്തിയിട്ട് അവിടെ സോണിയായി താരം. അവിടെ ഇരുന്നാണ് കരാർ ഒപ്പിടുന്നത്. രാഹുൽ ഗാന്ധിയും ഷീ ജിൻപിങും കൂടെ കരാർ ഒപ്പിടുന്നത്. എന്തിനാ കരാർ ഒപ്പിട്ടത്? നേരത്തെ കുറച്ച് പൈസയൊക്കെ വാങ്ങിയതല്ലേ, ഞങ്ങളുടെ സപ്പോർട്ട് കിട്ടിയതല്ലേ, ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊന്നും ചെയ്തില്ലല്ലോ, അതുകൊണ്ട് ഇനി കരാർ ഒപ്പിട്ടിട്ട് മതി കളി. ചിന്തിക്കാത്ത ഒരു കാര്യം അത്. അല്ലെങ്കിൽ പറഞ്ഞാല് ബ്ലേഡുകാരൻ്റെ അടുത്ത് പണം കടം വാങ്ങിച്ച ആള് ആദ്യം വിശ്വാസത്തിന് പേര് കൊടുത്ത പൈസ തിരിച്ചു കിട്ടാതെ വരുമ്പം അവന്റെ വീട്ടിൽ കയറ്റി ഇരുത്തിയിട്ട് ബലമായി കത്തിയുടെയോ തോക്കിന്റെ മുമ്പിൽ ഇരുത്തിയിട്ട് ഇടറപ്പ എന്ന് പറയുന്ന ശൈലിയില് രാഹുലിനെയും സോണിയെയും പിടിച്ചിരുത്തിയിട്ടാണ് ഈ ഒപ്പിട്ടെന്ന് വാങ്ങിച്ചത്. അത് കഴിഞ്ഞിട്ടോ പിന്നെയും പണം കൊടുത്തു. ചർച്ച ചെയ്യാൻ നമുക്ക് സമയമില്ല. രാജീവ് ഗാന്ധി ഫൗണ്ടേഷനിലേക്ക് പണം ഒഴുകി, ഇവിടുന്ന് തിരിച്ച് ആനുകൂല്യങ്ങൾ ഒഴുകി. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അതായത് അന്നത്തെ അവസ്ഥ. രണ്ടാമത്തെ എക്സാമ്പിള്, ഉദാഹരണമല്ല, സംഭവിച്ചത് ഈ 2024 ഇലക്ഷൻ കഴിഞ്ഞപ്പം ഏതാണ്ട് ഒരു ഘട്ടത്തില് അവർക്ക് ധാരണയായി നമുക്ക് ഭൂരിപക്ഷം കിട്ടിയേക്കാം, മന്ത്രിസഭ ഉണ്ടാക്കാൻ പറ്റിയേക്കാം, മോദി പരാജയപ്പെടുന്നു. അന്നേരം പെട്ടെന്ന് പുതിയൊരു പേര് വന്നു. അങ്ങ് ഓർക്കുന്നുണ്ട് ആരുടെ പേരായിരുന്നു? രാഹുൽ വേണ്ട, ഇവിടെയുള്ള ആരും വേണ്ട എന്ന് പറഞ്ഞ് പുതിയൊരു പേരന്നേരം വന്നു. ഓർമ്മയുണ്ടോ ആരാന്ന്? പ്രിയങ്കയാണോ? അല്ല, പിന്നെ അത് നമ്മുടെ പഴയ റിസർവ് ബാങ്കിന്റെ ഒരു ഗവർണർ അല്ലായിരുന്നു, രഘുറാം രാജൻ. ശൂന്യതയിൽ നിന്ന് രഘുറാം രാജയുടെ പേര് വന്ന എന്തിനാ? അത് അമേരിക്കൻ മിസൈല് തന്നെ എന്ന് പറഞ്ഞതുപോലെ ഇനി ഒരു അവസരം കിട്ടിയാലും അവരൊരു കാരണവശാലും, ഇത് കോൺഗ്രസ്സുകാരാണ് ഞാൻ ഈ പറയുന്നത് കേൾക്കേണ്ടത്, അവരൊരു കാരണവശാലും രാഹുലിനെയോ സോണിയോ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാക്കുന്ന ആരും കരുതുന്നു. ഇപ്പോഴത്തെ ചൈനീസ് കണക്ഷൻ തന്നെയല്ല ഒരു കാര്യമുണ്ടല്ലോ. ഇപ്പൊ എന്റെ കാര്യം തന്നെ എടുത്തു. ഞാൻ ചില തരിയുടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി എൻ്റെ അടുത്ത വീട്ടുകാരൻ്റെ തേങ്ങ മോഷ്ടിക്കാൻ വേണ്ടി ഒരുത്തിന് ഏർപ്പാടാക്കുക. അവനെനിക്ക് നല്ല സേവനം ചെയ്തു. ഞാൻ ആ തെങ്ങും തോപ്പ് വാങ്ങിച്ചു കഴിയുമ്പോൾ പിന്നെ എന്നോട് നിയോഗിക്കും അവനെ. ആവശ്യമില്ല, അത് ആവശ്യമില്ലെന്നല്ല, അപകടമാണ്. ഞാൻ ആദ്യം ഒഴിവാക്കുന്ന അവനെ ആയിരിക്കും. തീർച്ചയായിട്ടും. എന്ന് പറഞ്ഞതുപോലെ സ്വന്തം രാജ്യത്തെ കുറിച്ച്, പിറന്ന നാടിനെ കുറിച്ച് കള്ളം പറഞ്ഞ്, തോന്നിവാസം പറഞ്ഞ് ഈ രാജ്യത്തിന്റെ പേര് താക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയെയോ ആ വ്യക്തിയുടെ അമ്മയെയോ, രണ്ടുപേരും ഒരുപോലെയാ. അവരെ നാളെ അമേരിക്ക നമുക്ക് ആശ്രയിക്കാൻ കൊള്ളാവുന്ന ആളുകളല്ലെന്ന് തീരുമാനിക്കരുതെന്ന് ആർക്കാ പറയാൻ പറ്റുക? അങ്ങനെ ഈ വളരെ രൂക്ഷമായിട്ട് പറഞ്ഞപ്പോഴാണ് ഞാൻ ഒരു കാര്യം ഓർത്തത്. ഒന്ന്, ഈ ഭാരതത്തെ ഉള്ളിലെ ഒരു വിഭാഗീയത ഉണ്ടാക്കാനാണ് ഈ ശ്രമം എന്നുള്ളത് വ്യക്തമാണ്. 2, സിഖുകാരെ കുറിച്ച് പറഞ്ഞു. അപ്പൊ എന്ത് ചരിത്രബോധം ഉണ്ടായിട്ടാണ് 10,000 സിഖുകാരെ ഡൽഹിയിലിട്ട് ചുട്ടുകൊന്ന പ്രസ്ഥാനമാണിത്. വളരെ കൃത്യമായി നിയമ നടപടി എടുത്തതും അല്ലെങ്കിൽ കേസ് നടക്കുന്നതും കോൺഗ്രസ് നേതാക്കന്മാർക്കെതിരെയാണ്.
ഈ പറയുന്ന രാഹുൽ ഗാന്ധിയുടെ അച്ഛൻ രാജീവ് ഗാന്ധി ആ കലാപത്തെ ഒരു പരിധിവരെ ന്യായീകരിച്ചതുമാണ്. ഒരു വൻമരം വീണാൽ അതെ, അതെ. ഇതൊക്കെ ഉണ്ടാവുമെന്ന്. ഒരു വൻമരം വീണാൽ താഴെ 10,000 സാധുക്കളെ ചുട്ടുകൊന്നതിനെയാണ് ആ ന്യായീകരണം വന്നത്. എന്നിട്ടിപ്പോൾ അദ്ദേഹം സിഖുകാർക്ക് ഇവിടെ ടർബൻ ധരിക്കാന്, കൃപാൺ ധരിക്കാനൊന്നും സ്വാതന്ത്ര്യം ഉണ്ടോ എന്നാണ് ഞാൻ അന്വേഷിക്കുന്നത്. എന്ത് വിട്ടിത്തോ ആ പറഞ്ഞത്. അത് അവിടെ ഏറ്റവും അത് വേറെ കാര്യമുണ്ട്. ഖാലിസ്ഥാനികളുടെ സാന്നിധ്യം അതാണ്. ഒരു പൊന്നൂസ് ഒരുത്തരുണ്ടല്ലോ, അയാളുടെ അദ്ദേഹത്തിന്റെ പേരെന്താ, ഒരു ഖാലിസ്ഥാനി നേതാവുണ്ടല്ലോ, പന്നൂൻ ഗുർപവൻ സിംഗ്. അദ്ദേഹത്തിന്റെ ഭാഷയിലാണ് രാഹുൽ സംസാരിക്കുന്നത്. അവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടായിരിക്കണം അത്. ഇന്നലെ ഹരീഷ് പുരി പറഞ്ഞിട്ടുണ്ട്, ഹരീഷ് പുരി വെല്ലുവിളിച്ചിട്ടുണ്ട്, ഇഫ് യു ഹാവ് ദ ഗട്സ് കം ബാക്ക് ടു ഇന്ത്യ ആൻഡ് മേക്ക് എ സ്റ്റേറ്റ്മെന്റ് ഹിയർ, വിളിച്ചിട്ടുണ്ട്. അല്ല, അത് അത്യാവശ്യം. അതാണ് ഇതിനകത്തെ ഏറ്റവും അപകടകരമായ ഒരു ഭാഗം അതാണ്. കാരണം ഖാലിസ്ഥാൻ തീവ്രവാദം എങ്ങനെയും ഇന്ത്യയിൽ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമം നടക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഖാലിസ്ഥാനികൾ ഇന്ന് ഇന്ത്യയിലില്ല, പക്ഷെ വിദേശത്തല്ലോ. അപ്പൊ വിദേശത്ത് എന്നിരുന്ന് ഈ കാര്യം എടുത്തിടുമ്പോൾ അത് മനഃപൂർവ്വം തീ കൊളുത്താൻ വേണ്ടി തന്നെയാണ്. അതിപ്പോ ലക്ഷ്യം അതാണ്. മണിപ്പൂരിലെ പിന്നിൽ ഇവരുണ്ടെന്ന് നമുക്കറിയാം. അതെ അതെ അതെ. തെക്കേ ഇന്ത്യ കട്ട് സൗത്ത് എന്ന് പറയുന്നതിനകത്ത് രാഹുലിന്റെയും സോണിയുടെയും കൈ ഉണ്ടെന്നറിയാം. കാശ്മീരിലെ പ്രവർത്തനങ്ങൾ കൊണ്ടെന്നറിയാം, ഖാലിസ്ഥാനിലും ഉണ്ടെന്നറിയാം. ഇവിടെ വിഭാഗീയത സൃഷ്ടിക്കുന്ന വിധ്വംസക പ്രവർത്തനം നടത്തുന്നതിനകത്ത് ഒരു ലക്ഷ്യം ഉണ്ടാവാം. ഏതെങ്കിലും ഒരു കഷണത്തിന്റെ പണി നെഹ്റു ചെയ്ത പോലെ ഇന്ത്യ രണ്ടാക്കിയിട്ട് ഒരു കഷണത്തിന്റെ പ്രധാനമന്ത്രി ആയതുപോലെ രാഹുലും കരുതുന്നുണ്ടാവും. ഒരു പക്ഷേ ഒരു ദേശത്തിന്റെ പ്രധാനമന്ത്രിയായിട്ട് എനിക്ക് ഇരിക്കാം. എന്തായാലും ഞാൻ ഞങ്ങളില്ലെങ്കിൽ പിന്നെ ഇതേ വേണ്ട. ഒരു കാര്യം നമ്മളിവിടെ ഓർക്കണം, അധികാരത്തിന് വേണ്ടി എന്തും ചെയ്യുന്നതിന് ഒരിക്കലും മടി കാണിക്കാത്തൊരു കുടുംബമല്ലേ. യാദൃച്ഛികമാകാം, അല്ലാതെ മനഃപൂർവ്വം ചെയ്തതാകാം. സോണിയ ഭാരതത്തിലേക്ക് വന്നു, സോണിയ ഇന്ദിരയുടെ കുടുംബത്തിലേക്ക് വന്നു, സഞ്ജയ് ഗാന്ധി ഇല്ലാതായി. അത് ഇന്നും ദുരൂഹമാണ്. ഇന്ദിരയുടെ കൊലപാതകം, അതിനകത്തും പുറത്തു വരാത്ത പല രഹസ്യങ്ങളും ഇന്നും ബാക്കിയുണ്ട്. ആർക്കതവന്റെ കാര്യങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാവുന്നവരാണ്, സംസാരിക്കാൻ സമയമില്ലല്ലോ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ടു. രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ട് കഴിഞ്ഞപ്പം ഭാരതം, ലോകം മൊത്തം പറഞ്ഞത് LTT ആണ് ഇതിന് പിന്നിലെന്നാ. LTT രക്ഷിക്കാൻ ശ്രമിച്ചതാരാ? ആ ആരോപണത്തിന് വിധേയരായ LTT രക്ഷിക്കാൻ ശ്രമിച്ചതാരാ? സോണിയ കുടുംബം. സോണിയ കുടുംബത്തിന്റെ ഏറ്റവും വിശ്വസ്തനായ TN ശേഷൻ അന്ന് നരസിംഹറാവിന് ഒരു ഓഫർ വെച്ചു, എന്നെ കുറച്ച് ദിവസത്തേക്ക് ഹോം മിനിസ്റ്റർ ആക്കുക. ഐ വിൽ പ്രൂവ് ദാറ്റ് ഇസ്രായേലിലെ രഹസ്യ മൊസാദ് അവരാണ് ചെയ്തതെന്ന് ഞാൻ കൊണ്ടുവരാം. LTT അല്ല. LTT രക്ഷിക്കാൻ വേണ്ടിയിട്ട് കൃത്യമായ പരിശ്രമം ഇവിടെ നടന്നിട്ടുണ്ട്. എന്താ അതിന്റെ കാരണം? അതിന്റെ പിന്നത്തെ കാരണം ഭാരതം ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, ഈ രാഹുലിൻ്റെയൊക്കെ ഈ ചർച്ച നടന്നു കഴിയുമ്പം ഒരു കാര്യം കൃത്യമായിട്ടും രാഹുലിനെ ഫോളോ ചെയ്യാനൊരു കാര്യം, ചെയ്യാവുന്നൊരു കാര്യമുണ്ട്. രാഹുൽ ഇപ്പോൾ പറയുന്നുണ്ട്, ഞാൻ ജോഡോ യാത്ര നടത്തിയപ്പം അവിടെ ചെന്നപ്പോൾ ഒരു സ്ത്രീ എന്നെ കണ്ടു പറഞ്ഞു, എൻ്റെ ഭർത്താവ് എന്നെ അടിച്ചു, എൻ്റെ കൈ കണ്ടില്ല, കൈയെല്ലാം പളർന്നിരിക്കുക. അപ്പം ഞാൻ പറഞ്ഞു, അതിനെന്താ ഞാൻ പോലീസിൽ പരാതി ചെയ്യാം. പോലീസിൽ പരാതിയിട്ട് കാര്യമൊന്നുമില്ല. അപ്പം അതിനർത്ഥം ഇന്ത്യയിലെ മൊത്തം ഈ പോലീസ് സംവിധാനവും പരാജയമാണ്. ഇത് ഏത് സ്ത്രീയാണ് കണ്ടത്, എവിടെയാണ് കണ്ടതൊന്നും ഇല്ല, ഒരു തെളിവില്ലാതാണ് എന്ന് പറയുന്നവരാണ് ഓരോന്നും പറയുന്നത്. ഞാൻ അവിടെ നിന്ന് കെട്ടി. അപ്പൊ ആ ഒരു രീതി മറ്റുള്ളവർ സ്വീകരിച്ചു കഴിഞ്ഞാല്, രാഹുലിന്റെ അതേ ശൈലി മറ്റുള്ളവർ സ്വീകരിച്ചു കഴിഞ്ഞാല് കേട്ടുകഴി വെച്ചും കാര്യങ്ങൾ ചോദിക്കാം. തീർച്ചയായിട്ടും. അപ്പൊ ചോദിക്കാം, എന്തേ രാഹുൽ മരിച്ചു കഴിഞ്ഞപ്പം DNA ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് രാഹുലിനെ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് സോണി എന്തുകൊണ്ടാണ് മോന്റെ വേണ്ട പ്രിയങ്കയുടെ ടെസ്റ്റ് ചെയ്താൽ മതി എന്തുകൊണ്ടാണ് പറഞ്ഞെന്നൊരു ചോദ്യം. അത് റെക്കോർഡുകൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും സമൂഹത്തിലുള്ള വിഷയമല്ലേ, തിരിച്ചു ചോദിച്ചൂടെ? അപ്പൊ ഞാൻ പറഞ്ഞത്, ആദ്യം പറഞ്ഞ കാര്യം അതല്ല. അടുത്ത ദുരൂഹ മരണം ഉണ്ടായി. ഇതെല്ലാം കഴിഞ്ഞിട്ടും വീണ്ടും സോണിയയ്ക്ക് ഭാരതത്തിൽ അധികാരത്തിൽ വരാൻ പറ്റിയില്ലെങ്കിൽ ഇത് ധാർമ്മികതയുടെ അടിത്തറയുള്ളൊരു രാജ്യമാണ്. തന്നെയല്ല, ഇതൊക്കെ കണ്ടും കേട്ടും അറിഞ്ഞുവരിക്കുന്ന നിരവധി ആളുകളുണ്ട്. ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കുക, അല്പം നമ്മൾ വിഷയം വിട്ടുപോവുക. ഈ സോണിയയെയും രാഹുലിനെയും
കൊണ്ടുവരാൻ വേണ്ടി അമേരിക്കൻ ശക്തികളും മറ്റും ശ്രമിച്ച കേജ്രിവാളിന്റെ അവസ്ഥ ഇപ്പൊ അറിയാമല്ലോ. അതെ അതെ. ഇതുപോലെ തന്നെ ഒരു കേസാണ് ഈ ശരത് പവാറിന്റെയും. ഇന്ത്യയിലെ പ്രതിപക്ഷ കക്ഷികൾക്ക് ഇവരൊന്നും അല്ലെങ്കിൽ യോജിക്കാവുന്ന ഒരേ ഒരു പേര് ശരത് പവാറിന്റെ ആയിരുന്നു. ആ ശരത് പവാറിനെ രണ്ടായിട്ട് പിരിച്ചതിനകത്ത് അതൊരു പ്രധാന ഘടകമാണ്. ശരത് പവാറിന് ശേഷം ആ പരമ്പര തുടരാൻ വേണ്ടി സുപ്രിയ സൂര്യൻ ഉണ്ടായിരുന്നു. അതെ അതെ. അപ്പൊ ശരത് പവാർ മറ്റവർക്ക് ചെയ്യാവുന്ന, വിദേശ രാജ്യങ്ങൾക്ക് കാണാവുന്ന ഒരു ബെറ്റർ ഓപ്ഷനായിരുന്നു. ബോംബെയിലെ അത്രയും വലിയ ഇന്ത്യൻ സാമ്പത്തിക കേന്ദ്രത്തിനാണ് ഞാൻ സൂചിപ്പിച്ചെന്ന് മാത്രം. അപ്പൊ എന്തായാലും അവസാനം നമ്മൾ സമയക്കൊണ്ട് കൺക്ലൂഡ് ചെയ്യണം. രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിനെതിരെ അമേരിക്ക ചെന്നിരുന്ന കുതന്ത്രങ്ങൾ പ്ലാൻ ചെയ്യാം. ചൈനയുടെയും പാകിസ്ഥാന്റെയും സഹായത്തോടു കൂടിയൊക്കെ വീണ്ടും എനിക്കൊരു അംഗത്തിനുള്ള ബാല്യമുണ്ടെന്നൊക്കെ രാഹുൽ ഗാന്ധി കരുതി പോകുന്നുണ്ടെങ്കിൽ അത് അദ്ദേഹം വിഡ്ഢികളുടെ സ്വർഗരാജ്യത്തിലാണെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. തീർച്ചയായിട്ടും വളരെ ഞെട്ടിക്കുന്ന അല്ലെങ്കിൽ നമ്മളെയൊക്കെ അസ്വസ്ഥരാക്കുന്ന കുറേ കാര്യങ്ങളാണ് ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്തതും ശ്രീ കെ.വി. രാജശേഖരൻജി പറഞ്ഞതും. പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ സർക്കാരിനെ ഒബ്സർവ് ചെയ്യുക അല്ലെങ്കിൽ സർക്കാരിനെ നയങ്ങളെ പ്രതിപക്ഷത്തിൻ്റെ ആംഗിളിൽ നിന്ന് വിമർശിക്കുകയും അതിന് ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ അങ്ങോട്ട് കൊടുക്കുകയൊക്കെ ചെയ്യുന്ന വളരെ ക്രിയാത്മകമായ വളരെ കൺസ്ട്രക്റ്റീവായ ഒരു റോളാണ് നമ്മളുടെ ജനാധിപത്യം പ്രതിപക്ഷ നേതാവിന് കൊടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്ഥാനം സ്റ്റാറ്റ്യൂട്ടറി ആണെങ്കിൽ പോലും നമ്മൾ കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഇന്ന് ഇവിടെ നടക്കുന്നത് അതിന് നേരെ വിപരീതമായിട്ടുള്ള ഒരു കാര്യമാണ്. നേരത്തെയുള്ള കോൺഗ്രസ് സർക്കാരുകൾ പോലും വൈവിധ്യത്തിലെ ഏകത്വം എന്നുള്ളതിനെ ഊന്നൽ കൊടുത്തു തന്നെയാണ് നമ്മളുടെ തലമുറകളെ പഠിപ്പിച്ചിട്ടുള്ളത്. പക്ഷേ ഇന്ന് ആ വൈവിധ്യത്തെ മാത്രം എടുത്തു കാണിച്ച് വൈവിധ്യത്തെ അണ്ടർലൈൻ ചെയ്യാൻ ശ്രമിക്കുന്നത് എന്തായാലും ഏകത്വം നിലനിർത്താനല്ല എന്നുള്ളത് വളരെ കൃത്യമാണ്. തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങളിൽ ശക്തമായ ജനരോഷവും ശക്തമായ ജനകീയ പ്രതിരോധവുമാണ് രാജ്യത്ത് ഉണ്ടാകേണ്ടത്. ഈ ചർച്ച ഇന്ന് ഇവിടെ അവസാനിപ്പിക്കുന്നു. തീർച്ചയായും ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വീണ്ടും ഞങ്ങൾ ചർച്ചയ്ക്കെടുക്കുന്നതാണ്. നമസ്കാരം.